തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ ടി.വി.കെ സർക്കാർ അധികാരമേറ്റതോടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവുകയാണ്. അതിർത്തി ജില്ലയായ തേനിയിൽ ഉൾപ്പെടെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയാക്കും എന്നായിരുന്നു ടി.വി.കെയുടെ പ്രധാന പ്രചാരണം. ഇത് പെരിയാറിൻ്റെ തീരദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലപാടാണ് സമരസമിതിക്കുള്ളത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. സുബിൻ, ഇടുക്കിയിലുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏറെ ആശങ്കകൾ അത് കാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ ആശങ്കകൾക്ക് ഒക്കെ മറ്റൊരു രീതിയിലേക്ക് നീങ്ങുകയാണ്. കാരണം തമിഴ്നാട്ടിൽ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ നിലപാട് എന്താണ്? അത് അവിടുത്തെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും? അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുന്ന വിഷയത്തിൽ ഈ പുതിയ സർക്കാരിൻ്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളത് വലിയ ചർച്ചയാണ്. പക്ഷേ നേരത്തെ ഈ സമരസമിതി പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു സർക്കാരിന് ഒരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല എന്നുള്ള ചില നിരീക്ഷണങ്ങളും വരുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത? പ്രധാനമായും മുല്ലപ്പെരിയാർ സംബന്ധിച്ച് പുതിയ ചർച്ചകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് പരമ്പരാഗത പാർട്ടികൾ പല ഘട്ടത്തിലും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുകയും പല വഴിക്ക് ഈ ജലനിരപ്പ് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ കൃത്യമായൊരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഉന്നതാധികാര സമിതിയുടെയും മേൽനോട്ട സമിതിയുടെയും എല്ലാം തന്നെ ഇടപെടലും ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകും, അല്ലെങ്കിൽ അതിനെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഒരു പുതിയ പാർട്ടി ടി.വി.കെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അവർ എടുക്കുന്ന ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമാകും. എന്താകും അവർ പുതിയതായി എടുക്കുന്ന തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാകുക. കേരളം അതാണ് ഏറ്റവും പ്രധാനമായും നോക്കുന്നതും. ഇതിൽ ടി.വി.കെ ഈ തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഈ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നതും ഉപകാരപ്പെടുന്നതും ഈ തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ്. തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയാക്കും എന്നത് പ്രധാന ഒരു പ്രചരണ ആയുധമാക്കിയാണ് ടി.വി.കെ പ്രചരണത്തിനിറങ്ങിയത്. അവിടെ തേനി ജില്ലയിൽ രണ്ടിടത്ത് ഈ 2 മണ്ഡലങ്ങളിൽ ടി.വി.കെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ പരമ്പരാഗത പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടെടുത്ത് പുതിയ സർക്കാരിന് മാറ്റം വരുത്താൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവിടുത്തെ കർഷക സംഘടനകൾക്കുള്ളത്. ആ ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കർഷക സംഘടനകൾ നിർണായകമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ MLA-മാരെ ഉപയോഗിച്ചൊരു സ്വാധീനം ചെലുത്താനുള്ള ആ സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അവിടെ സർക്കാർ ഇടപെടൽ ഏതു തരത്തിലാകുമെന്നുള്ളതാണ് ഏതായാലും നോക്കിക്കാണുന്നത്. അത് പെരിയാറിലെ തീരദേശവാസികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ ഒരു അടിയന്തര ഇടപെടൽ നടത്താൻ ഈ പുതിയ സർക്കാരിന് കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് ഈ പ്രമുഖരും അതുപോലൊപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ സമരസമിതിയും എല്ലാം തന്നെ ഉള്ളത്. 6 മാസം മുമ്പ് ഈ ഡാമിന്റെ സുരക്ഷാ പരിശോധനയും അതോടൊപ്പം തന്നെ റിമോട്ട് സെൻസറിംഗ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള ആന്തരിക പഠനങ്ങളും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിലേക്ക് റിപ്പോർട്ട് പുറത്തു വരണം. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ഡാമിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് കണ്ടെത്തിയാൽ ആ ജലനിരപ്പ് ഉയർത്തുന്നതിൽ തങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള തരത്തിലേക്കാണ് എന്തായാലും ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒരു നിലപാടെത്തിയിട്ടുള്ളത്. ഇതിൽ കൃത്യമായി അവർ പറയുന്നത് ഡാമിന് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഈ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ട ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംരക്ഷണ ശേഷിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ആ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ തന്നെ വ്യക്തമാകും എന്നാണ് എന്തായാലും അവർ പറഞ്ഞിട്ടുള്ളത്. മുമ്പ് DMK-യും AIDMK-യും എല്ലാം തന്നെ ഈ ജലനിരപ്പ് 152 ആക്കുമെന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നു. ടി.വി.കെയും സമാനമായ രീതിയിലുള്ള ഒരു പ്രചരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഈ മുല്ലപ്പെരിയാർ വിഷയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് ടി.വി.കെ തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള വിലയിരുത്തലാണ് എന്തായാലും നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതെ, മുല്ലപ്പെരിയാറിന്റെ ആശങ്കകൾ ഒഴിയുന്നില്ല. ഇനിയും പ്രത്യേകിച്ച് മഴക്കാലം വരാൻ പോവുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആ കേസ് നിലനിൽക്കുന്നു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം പോലും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ പലപ്പോഴും വഷളാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പുതിയ സർക്കാർ വന്നിരിക്കുന്നു. എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട്? ഇതൊക്കെ ജനങ്ങൾക്ക് ആശങ്കയാണ്. അതുകൊണ്ട് അത്തരം ആശങ്കകൾക്ക് സാധ്യതയില്ല എന്നാണ് സമരസമിതി പറയുന്നത്.